പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു ഞായറാഴ്ച കഴിഞ്ഞ് വീണ്ടും നോക്കിയ ഒരു തിങ്കളാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. എനിക്ക് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് കേട്ടോ, അതായത് ഞായറാഴ്ച സാബത്ത് കർത്താവിൻ്റെ ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കുറവ് പ്രാർത്ഥിക്കുന്നത് ഞായറാഴ്ചയാണ്. കാരണം ഞായറാഴ്ചയാണ് സകലമായ യാത്രകളും പരിപാടികളൊക്കെ നോക്കിയേ. ശരിക്കും അടുത്ത ഞായറാഴ്ച ഇന്ന് മുതൽ തീരുമാനിക്കണം, അടുത്ത ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ മാറ്റി വെച്ചേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് തോബിത്തിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ തിരുവചനത്തിൽ അതിൻ്റെ ഒരു മധ്യഭാഗമാണ്. വചനം പറയാണ്, ദൈവ ശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും. അച്ഛനെ എൻ്റെ ജീവിതത്തിലേക്ക് നല്ല ഉറപ്പുണ്ട് സഹോദരങ്ങളെ. എന്നൊക്കെ കർത്താവിൻ്റെ ശുശ്രൂഷ, അത് പ്രസംഗം മാത്രമൊന്നും അല്ല കേട്ടോ. കുറേ സമയം മണിക്കൂറുകൾ ദിവ്യകാരൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മധ്യസ്ഥം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞവർക്ക് വേണ്ടി കുറേ ശരിക്കും പറഞ്ഞ് എനിക്ക് ഈ സുവിശേഷം പ്രഘോഷിക്കുന്നതിനേക്കാൾ, മൈക്കിൽ പറയുന്നതിനേക്കാൾ ഇഷ്ടം പ്രിയ സഹോദരങ്ങളെ, ദൈവ ശുശ്രൂഷ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരി ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുക. പ്രതിഫലം അച്ചട്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നോക്കിയേ, ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യാനായിട്ട് അത് ചിലപ്പോൾ ഒരു സെൻറ്റർ ധ്യാനകേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. ചിലപ്പോൾ നമുക്ക് അവിടെ ക്ലീനിങ്, എനിക്ക് നല്ല ഉറപ്പ് ബോധ്യമുണ്ട് സഹോദരങ്ങളെ, എന്നേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന ഒരു കൂട്ടിലുണ്ട് നമ്മുടെ അച്ഛൻ്റെ. ഈ സെൻറ്റ് മേരീസിലെ കാര്യമാണ് അച്ഛനെ അറിയാവുന്നത്. അവിടെ നോക്കിയേ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നവർ ആരും അറിയില്ല. അവിടെ ക്ലീനിങ്ങിന് വരുന്നവർ, കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സഹോദരിമാർ, ഇവരൊന്നും പുറത്താരും അറിയുന്നില്ല. അവരറിയുന്നത് അച്ഛനെ മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അച്ഛനെ പ്രതിഫലമൊക്കെ കിട്ടിക്കഴിഞ്ഞു ഇനി തമ്പുരാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രതിഫലം കിട്ടുമോ എന്നുള്ളത് അറിയില്ല. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യാനായി അതുകൊണ്ട് 2 പേരെ ധ്യാനത്തിന് പറഞ്ഞു വിടുക. അതൊക്കെ നമ്മുടെ അടുത്ത് എല്ലാവരെയും SMRCയിലേക്ക് വരാനല്ല ഞാൻ പറയുന്നത്. എവിടെയാണ് നിങ്ങളുടെ അവിടേക്കൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടാൽ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക. അതൊക്കെ പ്രിയ സഹോദരങ്ങൾ വലിയ ദൈവരാജ്യ ശുശ്രൂഷയാണ്. അതിനൊക്കെ പ്രതിഫലം അച്ചട്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹല്ലേലൂയ. കർത്താവേ, എന്നെ ശ്രമിക്കുന്ന ഓരോ മകനെയും ഓരോ മകൾക്കും ഈ ഒരു ബോധ്യം, തമ്പുരാന്റെ ശുശ്രൂഷ ചെയ്താൽ ഒരു വ്യക്തിക്ക് യേശുവിനെ കൊടുക്കാനുള്ള ഒരു അവസരം ഞാൻ വഴി അത് തുറക്കപ്പെടുകയാണെങ്കിൽ നിശ്ചയമായും എനിക്ക് പ്രതിഫലമുണ്ട് എന്ന് കർത്താവേ, ആ ഒരു ബോധ്യം കർത്താവേ നൽകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേൻ.